എടാ മോൻ പ്രോമിസ് ഞാൻ ആർക്കും അങ്ങനെ അയക്കാറില്ല. എനിക്കൊരു പെണ്ണ് വേണം. എടാ സീരിയസ്ലി ഒന്നുമില്ലടാ. മൈ ഡിക്കി 9 ഇഞ്ച് ലെങ്ത് ഉണ്ട് ആൻഡ് ബെസ്റ്റ് ലെഫ്റ്റ് കർവ്ഡ് ആണ്. ആ പെണ്ണെ അപ്പൊ അതിനാ പെണ്ണ് കൊടുത്ത മറുപടിയാണ്. ഓ അപ്പൊ ഈ ചെങ്ങനെ മറുപടി വെക്കണേ എന്നാ ആൾക്ക് നല്ലോണം സുഖിച്ച് വരുന്നുണ്ടല്ലേ. എനിക്ക് ചാറ്റ് ചെയ്യണം. ഓക്കെ എനിക്ക് നിന്നെ സുഖം തരണം. അച്ചോടാ സുഖിച്ചില്ലേ നല്ലോണം. അപ്പൊ നമ്മുടെ മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗിലെ ഇച്ചായനും കുഞ്ഞാറ്റും തമ്മിലുള്ള ഡിവോഴ്സ് പ്രശ്നം വളരെ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇച്ചായന്റെ കുൽസിത ചാറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ കണ്ടതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബ് ചാനൽ മൊത്തം സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ ഒരു ഇത് വന്നിരിക്കുകയാണ്. ഇച്ചായൻ്റെയും കുഞ്ഞാറ്റയുടെയും ആ ഒരു പ്രശ്നം അല്ലേ. അപ്പോൾ ഇച്ചായൻ്റെ ആ ഒരു എന്താണ് കുലസിത ഇത് ചാറ്റ് ഷെഫീന ബീവി പുറത്ത് വിട്ടിരിക്കുകയാണ്. ആ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഒരു ആ പെൺകുട്ടി നല്ല പോലെ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ഇത് എന്താ പറയുക, വീട്ടിലത്തെ ജോലിയാണെങ്കിലും അതുപോലെ വീട്ടിലത്തെ ജോലി കുഞ്ഞിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കും. പിന്നെ എന്താണ് ജോലിക്കും പോകുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞ് അമ്മൻ്റെ അടുത്താണ്, പുള്ളിക്കാർ പുറത്ത് എവിടെയാണ് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒട്ടുമിക്ക റീൽസുകളും അതുപോലെ കുറച്ച് വീഡിയോസുകളൊക്കെ പുള്ളിക്കാരനെ കാണാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് ദിവസമായി പുള്ളിക്കാരെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നത്. അപ്പോഴാണ് എനിക്കതിനുള്ള ഒരു ടൈം കിട്ടില്ല. അപ്പോൾ അങ്ങനെ ടൈം കിട്ടിയപ്പോൾ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിട്ടും ഇവൻ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടു കൂടി പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. എന്താണ് ഇവരുടെ യൂട്യൂബ് ചാനലെല്ലാം നല്ല ആക്റ്റീവായിരുന്നു. ഇപ്പോൾ ഇയാളാണെങ്കിലും ഇച്ചായം പറഞ്ഞ ആ വ്യക്തിയാണെങ്കിലും കുഞ്ഞാറ്റയാണെങ്കിലും നല്ലൊരു അധ്വാനിക്കാൻ ഏതൊരു പെൺകുട്ടിക്കും എന്ത് തോന്നുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഒരു കൊച്ചിൻ്റെ. നല്ല അധ്വാനിക്കും. കുഞ്ഞാറ്റേൻ്റെ ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ പെൺകുട്ടികളും ജോലി നേടുക തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്താ അറിയോ, നമ്മൾക്ക് ഇങ്ങനെ വല്ല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾക്ക് ജോലിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കിതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എന്നാലും ഇത്രത്തോളം സ്നേഹം കൊടുത്തിട്ടും ഇത്രത്തോളം ഇത് ഉണ്ടായിട്ടും ജീവിതത്തിൽ ഉണ്ടായിട്ടും ഈ പുള്ളിക്കാരൻ ഇവളെ ചതിച്ചത്, ഒരു പെണ്ണ് എന്തും സഹിക്കും, പക്ഷേ തന്നോട് ചെയ്യുന്ന ആ ഒരു ചതി ഒരിക്കലും ചതിക്കാൻ ആ ഒരു ചതി നമുക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഷെഫീന ബീബിയാണ് ഈ ഒരു ചാറ്റ് പുറത്ത് വിട്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് നിങ്ങൾ വായിച്ചത്, കൈസ് വായിച്ച ഒരു ഇതാണ്. ഞാൻ പിന്നെ അതിൻ്റെ എടുത്തിട്ട് എനിക്ക് വായിച്ച് തരാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കൈസ് പറയണത് ഞാനത് ഇട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഷെഫീന ബീബിയാണ് അത് പുറത്ത് വിട്ടത്. അപ്പോൾ എന്താണ് എന്താ പറയുക, അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഇത് തന്നെയാണല്ലേ. ഈ വന്ന കാലത്ത് നമുക്ക് എല്ലാ പെൺകുട്ടികൾക്കും ജോലി അത്യാവശ്യം തന്നെയാണ്. എന്താ കൈസ് പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് കേട്ടിട്ട് വരട്ടെ. എനിക്ക് ഇവരെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഞാൻ ഇവരുടെ വീഡിയോസ് അങ്ങനെ അധികം കാണാറില്ല, കുറച്ചൊക്കെ കാണാറുള്ളൂ. അപ്പോൾ എന്തായാലും കൈസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് കേട്ടിട്ട് വരാം. എന്നിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാട്ടെ. എന്തായാലും കേട്ട് നോക്കൂ. സ്വീകരിച്ച നിക്നെയിം ആണിത്. എന്തായാലും ഇവർക്ക് ഈ ബന്ധത്തിൽ ഒരു കുഞ്ഞുമുണ്ട്. മിക്കു എന്നുള്ളതാണ് ആ കുഞ്ഞിന്റെ പേര്. ഇനി ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞത് തൊട്ട് കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് കുഞ്ഞാറ്റ ഒറ്റക്കായിരുന്നു. ഇച്ചാനാണെങ്കിൽ ജോലിയും കൂലിയും ഒന്നും ഇല്ലായിരുന്നു. ഏത് സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് കുത്തിരിക്കലാണ് പുള്ളിക്കാരന്റെ പണി. അതുകൊണ്ട് തന്നെ കുടുംബത്തിലേക്ക് സമ്പാദിച്ച് കൊണ്ടുവരലും കുടുംബത്തിലെ വീട്ടുകാര്യങ്ങൾ നോക്കുന്നത് മുഴുവനും കുഞ്ഞാറ്റ ഒറ്റക്കാണ്. ഒരു തരത്തിലും കുടുംബകാര്യങ്ങളിൽ ഇച്ചാൻ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തട്ടിമുട്ടി പോകുന്ന അവസ്ഥയിലായിരുന്നു ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എനിവേ അങ്ങനെ തട്ടിമുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞാറ്റക്ക് മാൾട്ടയിലേക്ക് നഴ്സിംഗ് പഠിക്കാനുള്ള അവസരം വരുന്നത്. ജീവിതം മെച്ചപ്പെടുത്താനുള്ള സാഹചര്യമായി അതിനെ കണ്ടുകൊണ്ട് കുഞ്ഞാറ്റ എന്താക്കി, നേരെ മാൾട്ടയിലേക്ക് ഫ്ലൈറ്റ് കയറി അവിടെ പോയി നഴ്സിംഗ് പഠനം ആരംഭിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞാറ്റ തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. ഞാനും ഇച്ചാനും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള രീതിയിൽ. വേണമെങ്കിൽ പുള്ളിക്കാർക്ക് അതൊരു കണ്ടന്റ് ആക്കി വീഡിയോ ആക്കി ചെയ്യാമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. അതിന് പകരം എന്താക്കി, ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കാര്യം ഒതുക്കി. പ്രത്യേകിച്ച് കാര്യകാരണങ്ങളൊന്നും പുള്ളിക്കാർ പറഞ്ഞിട്ടില്ലായിരുന്നു. ആകെ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഡിവേഴ്സ് ആയി എന്നും പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. അതും പറഞ്ഞ് പുള്ളിക്കാരന്റെ വഴിക്ക് പോയി. പക്ഷെ ഇത് കണ്ട ഇച്ചായൻ എന്താക്കി, ഈ അവസരം മുതലാക്കിക്കൊണ്ട് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിന് ഹൈ റേഞ്ച് ഫാമിലി എന്നുള്ള പേര് വിട്ടു. ഇച്ചായൻ അറിയാം ഇപ്പൊ കുഞ്ഞാല് പ്രത്യേകിച്ച് ഒന്നും തുറന്ന് പറയാത്ത സ്ഥിതിക്ക് ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചു എന്ന് ആളുകൾ ക്യൂരിയസ് ആയി നിൽക്കുന്ന സമയമാണെന്ന്. അപ്പൊ ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് തന്നെയാണ് ഇച്ചായൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തെന്ന് അറിയോ, എനിക്ക് ചിലത് പറയാനുണ്ട്, അമ്മയ്ക്ക് ചിലത് പറയാനുണ്ട്, അമ്മക്ക് മറ്റൊരു ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ തമ്മിൽ കൊടുത്ത് വീഡിയോസ് ഇറക്കാൻ തുടങ്ങി. ഇവനെ തമ്മിൽ കണ്ട് എന്താ തോന്നാ, ഇവരുടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നതായിരിക്കും എന്ന് എനിക്ക് വിചാരിക്കുക അല്ലേ. പക്ഷെ ആ തമ്മിലും കണ്ട് ഇവന്റെ വീഡിയോയിലേക്ക് ചാടി കയറി ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നും കാണാൻ പറ്റൂല. ഇവർ അച്ഛനും അമ്മയും മകനും കൂടെയുള്ള കുറച്ച് മൊമെന്റ്സ് മാത്രമായിരിക്കും അതിലുണ്ടാവുക. അപ്പൊ ഇവനെ തമ്മിലും കണ്ട് ചാടി കയറി ഇവന്റെ വീഡിയോ ക്ലിക്ക് ചെയ്തവർ ആരായി? അതന്നെ. എന്തായാലും ഇവർ ഇത്തരത്തിലുള്ള ഓരോരോ തമ്മിലുകൾ ഇട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അതിനൊക്കെ ആണെങ്കിലും ലക്ഷക്കണക്കിന് വ്യൂസും കിട്ടാൻ തുടങ്ങി. ഇവന്റെ ചാനലിന് റീച്ച് കൂടാനും തുടങ്ങി. ഇതിൽ കണ്ണ് മഞ്ഞളിച്ച് ഇവൻ എന്താക്കി, റീച്ച് കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടി
ഒരു സാധാരണ നാടകം ഇറക്കി. കുഞ്ഞാറ്റയും കുഞ്ഞാറ്റയുടെയും വീട്ടുകാരും എന്റെ സ്വന്തം കുഞ്ഞിനെ എന്നെ കാണിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈച്ചായന്റെ എന്താണ് ഈ ഒരു കുഞ്ഞാറ്റ പറയണത് കേട്ടപ്പോൾ ഞാൻ ഈച്ചായന്റെ ചാനൽ എടുത്ത് നോക്കി. സ്കൈസ് പറഞ്ഞതുപോലെ തന്നെ ഇവര് ഈ തമ്പനിയിൽ മാത്രം ഇങ്ങനെ ഇടുന്നുള്ളൂ, പക്ഷെ അതിനകത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു കുന്തുമില്ല. ഈ പുള്ളിക്കാരൻ എന്താ പറയണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തമ്പനയിലും വീഡിയോയും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ ഓരോ എന്താണ് വീഡിയോസും അതിലിടുന്നത്, അമ്മയും അച്ഛനെയൊക്കെ വെച്ചിട്ട്. ഇപ്പം കുഞ്ഞാറ്റ കൂടുതലായിട്ട് ഡിവോഴ്സിനെ കുറിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം അത് മുതലെടുത്തിട്ട് പുള്ളിക്കാരൻ ഇതിൽ വെച്ച് കയറാന്നുള്ള അർത്ഥത്തിലാണ് ഈ പുള്ളിക്കാരൻ ഇങ്ങനൊരു ചാനൽ തുടങ്ങുന്നതും അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ അതാണ് ഇത് ചാനലിൽ തമ്പനയിലൊന്നും അതുപോലെ വീഡിയോ പലതും ഇട്ടിട്ട് തുടങ്ങുന്നതും. അപ്പോൾ എന്തായാലും അത് എന്താണ് അത്യാവശ്യം റീച്ചൊക്കെ ഉണ്ട്, നല്ല റീച്ചും ഉണ്ട്. എന്താണെങ്കിലും ഇങ്ങനൊരു തമ്പനയിൽ കാണുമ്പോൾ കുഞ്ഞാറ്റയും അത്യാവശ്യം നല്ല റീച്ചിൽ നിൽക്കുന്ന ആ ഒരു ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടി ആളുകൾ അത് കയറി നോക്കും. ലാസ്റ്റ് ആയിരിക്കും പറയാമെന്ന് പറഞ്ഞിട്ട് അത് ഫുള്ളിരുന്ന് ആളുകൾ അത് കാണുകയും ചെയ്യും. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഒരു അഭിനയമായിരുന്നു. ഇവനക്കാണെങ്കിൽ ജോലിയും കൂലിയൊന്നുമില്ല, ചുമ്മാ വീട്ടിലിരിക്കുകയാണ്. ഈ പുള്ളിക്കാരനൊക്കെയാണെങ്കിൽ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇത്രയും സമ്പാദിച്ചു കൊടുത്തിട്ടും ഇത്രയും ജോലിക്കിടയിലും ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇത്രയും സമ്പാദിച്ചു കൊടുത്തിട്ടും എല്ലിൻ്റെ ഇടയിൽ കുത്തുക എന്ന് പറയില്ല, അതാണ് ഈ ഇച്ചായൻ പറഞ്ഞ ഈ വ്യക്തിക്ക് ഉള്ളത്. അല്ലാതെ ഇത്രയും അധ്വാനശീലിയായിട്ടൊരു പെൺകുട്ടി അതുപോലെ ഇത്രയും സമ്പാദിക്കുന്നുണ്ട്, ഇത്രയും എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കുഞ്ഞിൻ്റെ കാര്യങ്ങളും എല്ലാം എന്താണ് നാട്ടിൽ ഇല്ലാതെ തോന്നുന്നു, ഇപ്പോൾ പുറത്താണ് തോന്നുന്നു, കുഞ്ഞിനെ അമ്മൻ്റെ അടുത്താണെന്നാണ് തോന്നുന്നത്. അതിനെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടും ഇവൻ ചെയ്യുന്നത് ശരിക്കും കൊടും ചതിയാണ്. അപ്പോൾ ഇവിടെ അയച്ചു കൊടുക്കുന്ന കാശ് മൊത്തം ഇവിടെ ദൂരത്തടിച്ച് കണ്ട പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ട് എന്താണ് അടിച്ചു പൊളിച്ച് നടക്കുകയാണ് ഇവൻ ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും കുഞ്ഞാറ്റ കണ്ടുപിടിച്ചു, ഡിവോഴ്സായി എന്നാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ ഇവരുടെ ആ റീൽസും കാര്യങ്ങളൊക്കെ കുഞ്ഞാറ്റേൻ്റെ റീൽസും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ പോസ്റ്റ് കണ്ടപ്പോൾ പിന്നെ ഒരുപാട് ആളുകൾ എടുത്ത് പ്രതികരിച്ചപ്പോഴാണ് ഞാനിതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എടുത്ത് നോക്കിയത്. ഈ പുള്ളിക്കാരൻ്റെ ചാനൽ എടുത്ത് നോക്കിയതാണെങ്കിൽ പുള്ളിക്കാരൻ്റെ തമ്പനയിലും ഈ വീഡിയോസും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഇടുന്നത്. അമ്മയാണെങ്കിലും അച്ഛനും ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഭയങ്കര ആക്റ്റീവാണ്. മകനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നവർ ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്തിട്ട് ഇത്രയും മകനെ സപ്പോർട്ട് ചെയ്യുന്ന തന്തയും തള്ളയും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ആണ് ഇവരുടെ ലൈഫ്. എന്താ പറയുക, ഇത്രയും സ്നേഹിക്കുന്ന ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു പെൺകുട്ടിയെ കിട്ടിയിട്ട് ഇവൻ ഇങ്ങനെയുള്ള ചതികളൊക്കെ ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇതൊന്നും ആലോചിച്ച് നോക്കി. എന്ത് നല്ല അവൻ്റെ വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ, പഴയ വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ക്യാമറയ്ക്ക് മുമ്പിലുള്ള ഒരു ലൈഫല്ല ലൈഫ്. ക്യാമറയ്ക്ക് പിന്നിൽ എന്താ നടക്കുന്നത് നമുക്കൊന്നും അറിയില്ല. ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് ഇവരെന്തൊക്കെയോ കാണിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷേ ക്യാമറയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങൾ ആരും അറിയുന്നില്ല, മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഒരു ഇത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ആരും അനുകരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ പുറകെ കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മളെങ്ങനെയാണോ നമ്മളായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ പല വ്ളോഗേഴ്സിൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു ലൈഫ്, പക്ഷെ പുറകിൽ വേറെ പല പ്രശ്നങ്ങളുമാണ്. എന്തായാലും കുഞ്ഞാറ്റയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒരുപാട് ആളുകൾ ഉള്ളത്. കുഞ്ഞാറ്റ എന്ന് പറഞ്ഞാൽ ആരും അവളെ സപ്പോർട്ട് ചെയ്യുള്ളൂ, അത്രയും അധ്വാനിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടി എങ്ങനെയാവണം എന്നുള്ളതാണ് കുഞ്ഞാറ്റയുടെ ഓരോ വീഡിയോസിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എനിക്ക് പേഴ്സണലി പെൺകുട്ടികളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഇതുണ്ടാവും, വിഷയം ഉണ്ടാവും, പക്ഷെ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ആക്റ്റീവായി നിന്ന് നമ്മൾ പഠിച്ച് നല്ല മുന്നേറുക. ചില പെൺകുട്ടികളുണ്ട് പഠിച്ച് തീർന്നിട്ടുണ്ടായില്ല, അപ്പോഴേക്ക് കല്യാണം കഴിയും, പ്രണയത്തിൽ ഏർപ്പെടും, അപ്പോഴേക്ക് വീട്ടുകാരോട് സംസാരിക്കും, അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കും. 18-19 വയസ്സാകുമ്പോഴേക്കും അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ നന്നായി പഠിക്കുക. ലൈഫ് പിന്നെയും ഉണ്ടല്ലോ, കല്യാണം കഴിക്കാം. നമുക്ക് പ്രണയ അഭ്യർത്ഥനയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പെൺകുട്ടികൾ പറയാം, എനിക്ക് പഠിക്കണം, ഒരു ജോലി വാങ്ങിക്കണം, അത് കഴിഞ്ഞിട്ട് മതി കല്യാണം എന്ന് പറയാനുള്ള ഒരു പെൺകുട്ടികൾക്ക്, ഓരോ പെൺകുട്ടികൾക്കും ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾ പഠിച്ച് നല്ല ജോലി വാങ്ങിക്കുക, അത് കഴിഞ്ഞിട്ട് മതി കല്യാണം, കാതുകുത്തൊക്കെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.